നാടകം ആറടി മണ്ണ്. രചനയും ശബ്ദ സാന്നിധ്യവും രാജഗോപാലൻ എഴുവന്തല. ഞാനറിയാത്തൊരെൻ്റെ വഴികളിൽ തീ വെളിച്ചം പകർന്നോനേ, ഞാനറിയാത്തൊരെൻ്റെ കഥകളിൽ തേന്മധുരം പകർന്നോനേ, ഞാൻ വെട്ടി തെളിച്ച വഴികളിൽ കാവലായി വന്നു നിന്നോനേ, ഊണുറക്കങ്ങളുപേക്ഷിച്ചു നീ എൻ്റെ നേരിൻ്റെ ചാരെ നിന്നോനേ, ജീവിതച്ചൂടിലായുരുകുന്ന നീ എന്നെ കാത്തിടണേ തമ്പുരാനേ, ജീവിതച്ചൂടിലായുരുകുന്ന നീ എന്നെ കാത്തിടണേ തമ്പുരാനേ. ഒരു ഗ്ലാസ് വാറ്റി ചാരായം കൊണ്ട് വൈകുന്നേരങ്ങളെ മനോഹരവും സന്തോഷകരവുമാക്കുന്ന വർക്കിയെ കാണുമ്പോൾ ഇച്ചിരി അസൂയയില്ലാതില്ല. എടാ വർക്കി, നിന്റെ പാട്ടൊന്നുകൂടെ ഇവിടെ വന്ന് പാടിപ്പോതാ. എവിടെ ഇനി വീട്ടിൽ ചെന്ന് കെട്ടിയോളെ രണ്ട് പറഞ്ഞേ അവന് സമാധാനമുള്ളൂ. 40 കൊല്ലമായിട്ട് അവൻ്റെ ആ പാട്ട് ചെവിയിലില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. എങ്കിലും ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കണ പോലെ, ഞാനറിയാത്തോരെൻ്റെ വഴികളിൽ തീ വെളിച്ചം പകർന്നോനേ, ഞാനറിയാത്തൊരെൻ്റെ കഥകളിൽ തേന്മധുരം പകർന്നോനേ, ഞാൻ വെട്ടി തെളിച്ച വഴികളിൽ കാവലായി വന്നു നിന്നോനേ, ഊണുറക്കങ്ങളുപേക്ഷിച്ചു നീ എൻ്റെ നേരിൻ്റെ ചാരെ നിന്നോനേ, ജീവിതച്ചൂടിലായുരുകുന്ന നീ എന്നെ കാത്തിടണേ തമ്പുരാനേ, ജീവിതച്ചൂടിലായുരുകുന്ന നീ എന്നെ കാത്തിടണേ തമ്പുരാനേ. പള്ളി സെമിത്തേരിയിൽ ഓരോ കുഴി വെട്ടുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും പാടാറുണ്ടായിരുന്ന പാട്ടാത്. ഒരുമിച്ച് പങ്കിട്ട സന്തോഷങ്ങൾ, ഒരുമിച്ച് പങ്കിട്ട വേദനകൾ. മക്കളില്ലെങ്കിലും മിണ്ടിപ്പറയാനൊരു ഭാര്യയെങ്കിലും ഉള്ളതാ ഭാഗ്യമെന്ന് അവനെപ്പോഴും പറയും. പക്ഷേ കള്ളി ചെന്ന ആ പാവത്തിനെ ചീത്ത വിളിച്ചില്ലെങ്കിൽ അവൻ ഉറക്കം വരില്ല. പാവം തെമ്മാടി. ഓ, ആ കള്ളിപ്പൂച്ച അടുക്കളയിൽ കയറിയെന്ന് തോന്നുന്നത്. ഉച്ചയ്ക്ക് ബാക്കി വന്ന ഇത്തിരി മീണ്ടാർന്നു, അതവളകത്താക്കിയിരിക്കും. നീ മീൻ തിന്നാലും വേണ്ടില്ല, അവിടെ ഇരിക്കണ കഞ്ഞി തട്ടിക്കയാതിരുന്നാ മതി. ഇനി ഈ രാത്രി കഞ്ഞി വെക്കാനൊന്നും എനിക്ക് വയ്യ, അതുകൊണ്ടാ. കർത്താവായ യേശുവേ, ഇന്നത്തെ ദിവസത്തിനായി നന്ദി. ഞാനറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ. ഇന്നു രാത്രി എൻ്റെ ഉറക്കത്തെ കാത്തുരക്ഷിക്കണമേ. നാളത്തെ പ്രഭാതം ഞാൻ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ ഉണർത്തേണമേ. അല്ലെങ്കിൽ നിൻ്റെ നിത്യരാജ്യത്തിൽ എനിക്കിടം നൽകണമേ. എൻ്റെ കുടുംബത്തെയും ഈ ലോകത്തിലെ സകലരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ലൂക്കോസേട്ടാ, എന്താ എണീക്കാറായില്ലേ? സൂര്യനിങ്ങ് നെടുന്തലയിലെത്തിയല്ലോ. ഏതാ വർക്കിയേ, ദാ വരുന്നു. പിന്നെന്താടാ, എവിടെ പോവാ അത്ര നേരത്തെ? എവിടെയും പോണില്ല. ഇന്നലെ വൈകിട്ട് ലൂക്കോസേട്ടൻ വിളിച്ചത് ഞാൻ കേൾക്കാഞ്ഞിട്ടല്ല, പക്ഷേ
അതിക്കറിയാലോ, കള്ള് തലയ്ക്ക് പിടിച്ചാ പിന്നെ നിനക്ക് എന്നെ വേണ്ടല്ലോ. അങ്ങനെ പറയല്ലേ ലൂക്കോസേട്ടാ. എൻ്റെ മരണം വരെ എനിക്ക് ലൂക്കോസേട്ടനും ഞാനും ഉണ്ടാവും. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ വർക്കി. നിന്റെ പാട്ടൊന്ന് കേൾക്കാൻ പൂതി തോന്നിയപ്പോൾ വിളിച്ചെന്നേ ഉള്ളൂ. അതിനെന്താ, അതിപ്പോഴും പാടാലോ. ഒരു മിനിറ്റ്, ഞാൻ അല്പം കട്ടൻ ചായ എടുക്കാം. നീ വിളിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കുകയായിരുന്നേ. അതെ, ലൂക്കോസും വർക്കിയും കാലങ്ങളായി രണ്ടു ശരീരങ്ങളും ഒരു മനസ്സുമായി ജീവിക്കുന്നവരാണ്. സുഖ ദുഃഖങ്ങൾ ഒരുമിച്ച് പങ്കിട്ട് ഈ വർത്തമാനകാലത്തിൻ്റെ കാപട്യങ്ങൾ ഏതുമില്ലാതെ അവർ ജീവിക്കുന്നു. 40 വർഷത്തിലേറെയായി ഒരു ഗ്രാമത്തിൻ്റെ അവസാന യാത്രകൾക്ക് സാക്ഷികളായി അവർ ഉണ്ട്. കണ്ണീർ കണ്ടും നിശബ്ദത കേട്ടും മണ്ണിനോട് സംസാരിച്ചും അവർ ജീവിതം ചെലവഴിച്ചു. അവർ ഒരുമിച്ച് വെട്ടിയ ഓരോ കുഴിയും, മൗനത്തിൽ പങ്കുവച്ച ഓരോ നിമിഷവും ഇന്നും അവരുടെ സൗഹൃദത്തിന് സാക്ഷികളാണ്. നീ അല്പം ചായ കുടിക്കേ. നിനക്ക് മധുരം കുറവാണെങ്കിൽ ഇട്ട് തരാം കേട്ടോ. ഞാൻ മധുരം പരമാവധി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഒട്ടും മധുരം ഇട്ടിട്ടില്ലെങ്കിലും ലൂക്കോസേട്ടൻ തരുന്നതാവുമ്പോൾ ഇരട്ടി മധുരമുണ്ടാവും. പള്ളിപ്പറമ്പിലെ കല്ലറകളിൽ എഴുതപ്പെടാത്ത ഓരോ കുഴിയുടെയും കഥകളറിയുന്ന നമ്മുടെ മനസ്സിൻ്റെ അടുപ്പം കൊണ്ടാവും വർക്കിച്ചങ്ങനെ അനുഭവപ്പെടുന്നത്. മരിച്ചവരെ ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല ലൂക്കോസേട്ടാ. ജീവനുള്ള മനുഷ്യരോടാണ് എനിക്ക് പേടി തോന്നിയിട്ടുള്ളത്. ഓരോ കുഴി എത്തുമ്പോഴും 6 അടി മണ്ണിനൊപ്പം ഒരു കുടുംബത്തിൻ്റെ സന്തോഷം കൂടി ഏറ്റുമൂടിയ നമ്മൾ അടക്കി വെച്ച ദുഃഖങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കിട്ട ദിവസങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ വർക്കി. മരിച്ചവരുടെ മുഖങ്ങൾ നമ്മൾ എത്ര കണ്ടതാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്നവരുടെ ആ കള്ളം പറയുന്ന മുഖം പോലെ അശാന്തമായതല്ലായിരുന്നു അവ. ശാന്തമായ നിർവൃതിയിൽ അഴിച്ചുവെച്ച കാപട്യത്തിൻ്റെ ഭാരമില്ലാത്ത നിഷ്കളങ്കതയായിരുന്നു അവരുടെ മുഖങ്ങൾക്ക്. ഇന്ന് നീ എനിക്ക് പാട്ടുപാടിത്തരണം. നീ എന്നും പാടാറുള്ള കുളക്കരയിലെ കൈത പൂത്തപ്പോ എന്ന പാട്ട് അതൊന്ന് പാടിത്തരാമോ വർക്കി? അതിനെന്താ ലൂക്കോസേട്ടാ, ജലദോഷം വന്നിട്ട് ശബ്ദമൊന്നും അത്ര ശരിയല്ല കേട്ടോ. എന്നാ പിടിച്ചോ. ഉള്ളക്കരയിൽ കൈത പൂത്തപ്പം കാത് കുത്തിയ പെണ്ണെ, കീറി ചുറ്റി നെയ്തെടുത്തൊരു കനവു കണ്ടടി പെണ്ണെ. പൂത്തു നിന്ന കൈത പൂക്കൾ പുഞ്ചിരി തൂകി നിന്നേ, കാലം തെറ്റിയ മഴയെ നോക്കി നീ പ്രാകി നിന്നടി പെണ്ണെ. പൂത്തു നിന്ന കൈത പൂക്കൾ പുഞ്ചിരി തൂകി നിന്നേ, കാലം തെറ്റിയ മഴയെ നോക്കി നീ പ്രാകി നിന്നടി പെണ്ണെ. ഉള്ളക്കരയിൽ കൈത പൂത്തപ്പം കാത് കുത്തിയ പെണ്ണെ, കീറി ചുറ്റി നെയ്തെടുത്തൊരു കനവു കണ്ടൊടി പെണ്ണെ. തഴയറുത്തു ഞാൻ വയൽക്കരയിൽ തളർന്നിരുന്നടി പെണ്ണെ, വിരലമർത്തി ഞാൻ നീട്ടി തുപ്പിയ വെറ്റിലപ്പാത്തിന്റെ ചൂര്. തഴയും കീറി സൊറ പറഞ്ഞു ഞാൻ പായത്തുമ്പേലിരുന്നേ, പതക്കം വന്നൊരു പതിച്ച് തള്ളിയുടെ പന്നക്കം കേട്ടു ഞാനിരുന്നേ. പതക്കം വന്നൊരു പതിച്ച് തള്ളിയുടെ പന്നക്കം കേട്ടു ഞാനിരുന്നേ. ഉള്ളക്കരയിൽ കൈത പുത്തപ്പം വർക്കിയെ, നീ പാട്ട് പാടുമ്പോ പള്ളിപ്പറമ്പിലെ കുരിശുകൾ പോലും ചെവികൾ വട്ടം പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 40 വർഷത്തോളം നമ്മൾ മണ്ണിൽ ഒളിപ്പിച്ചത് മനുഷ്യരെയാണ്, അവരുടെ സ്നേഹത്തെയും പ്രാർത്ഥനകളെയുമല്ല. അതുകൊണ്ടാകണം നിന്റെ ശബ്ദത്തിൽ ഇന്നും അവരുടെ അനുഗ്രഹത്തിൻ്റെ ചൂടുള്ളത്. ലൂക്കോസേട്ടാ, നമ്മുടെ ജീവിതം ആരും എഴുതി വച്ചിട്ടില്ല. പക്ഷെ പള്ളിപ്പറമ്പിലെ ഓരോ കല്ലറയും നമ്മുടെ കഥയുടെ ഓരോ ഏടുകളാണ്. ഒരു നാൾ നമ്മളും ഈ മണ്ണിൻ്റെ ഭക്ഷണമാകും. അന്ന് നമ്മളെ ഓർക്കാൻ ആരുമില്ലെങ്കിലും നമ്മൾ നെഞ്ചേറ്റിയ ഈ മണ്ണ് ഒരിക്കലും നമ്മളെ മറക്കില്ല. ധനികന് വേണ്ടിയും പിച്ചക്കാരന് വേണ്ടിയും കുഴി വെട്ടുമ്പോൾ അവരെ കിടത്താനുള്ള മണ്ണിൻ്റെ നിറം ഒന്നു തന്നെയായിരുന്നു. കല്ലറയിൽ പൂക്കൾ വെക്കാൻ വരുന്ന പലരും
ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂവ് കൊടുക്കാൻ മറന്നവരാണടോ. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒടുവിൽ മണ്ണിലേക്ക് തന്നെ മടങ്ങുമ്പോൾ ആളുകൾ പറയും അയാൾ മരിച്ചുപോയെന്ന്. പക്ഷെ പള്ളിപ്പറമ്പിലെ മണ്ണ് സന്തോഷിക്കും, അതിൻ്റെ കൂട്ടുകാരൻ തിരികെ വന്നതിലെ. കുഴി വെട്ടുക എന്നത് നമ്മുടെ ജോലിയായിരുന്നു. പക്ഷേ ഓരോ മരണവും നമ്മുടെ ഹൃദയത്തിൽ കൂടി ആഴത്തിലുള്ള വേദനയുടെ കുഴികൾ സൃഷ്ടിച്ചാ കടന്നുപോയത്. ഇനിയും എത്ര കാലമെന്നറിയില്ല. നമ്മുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്ന മുനിയപ്പനും കാതറുമെല്ലാം പോയി. വർക്കേ, നമ്മൾ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ അവസാന യാത്രയ്ക്ക് വഴിയൊരുക്കി. എത്രയോ കണ്ണീർ കണ്ടു, എത്രയോ കല്ലറകൾ അടച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ലടോ. മരണം മനുഷ്യനെ കൊണ്ടുപോകുന്നു, സ്നേഹത്തെ മാത്രം ഇവിടെ ബാക്കി വയ്ക്കുന്നു. അതുകൊണ്ടായിരിക്കാം പള്ളിപ്പറമ്പിലൂടെ നടക്കുമ്പോഴെല്ലാം ഇന്നും എനിക്ക് ഏകാന്തതയോ ഒറ്റപ്പെടലോ അനുഭവപ്പെടാറില്ല. അതേ ലൂക്കോസേട്ടാ, നമ്മൾ വെട്ടിയത് 6 അടി മണ്ണായിരുന്നു. നമ്മൾ പണിതത് മനുഷ്യരുടെ ഓർമ്മകളുടെ പാലമാണ്. നാളെ നമ്മളും ആ മണ്ണിനടിയിലാകും. നമ്മുടെ പേരുകൾ തന്നെ ആളുകൾ മറന്നേക്കും. പക്ഷേ നമ്മൾ ഒരുക്കിയ ഓരോ കല്ലറയും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സാക്ഷിയായി നിൽക്കും. അത് മതി ലൂക്കോസേട്ടാ, നമുക്ക് അത് മതി. നാടകം 6 അടി മണ്ണ് ഇവിടെ അവസാനിക്കുന്നു. രചനയും ശബ്ദ സാന്നിധ്യവും രാജഗോപാലൻ എഴുമന്തല.